ഒരു ACL ഇഞ്ചുറി ഉണ്ടായിട്ട് കംപ്ലീറ്റ് ഇയർ ഉണ്ടായിട്ട് ACL റീകൺസ്ട്രക്ഷൻ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലേക്ക് പുതിയൊരാശയം, പുതിയൊരു ഐഡിയ ആണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, ബെയർ ACL റിപ്പയർ സർജറി. എന്താണ് ബെയർ ACL റിപ്പയർ സർജറി? ബ്രിഡ്ജ് എൻഹാൻസ്ഡ് ACL റിപ്പയർ സർജറി. അതായത് പൊട്ടിപ്പോയ രണ്ട് ലിഗമെന്റ് തമ്മിൽ കണക്ഷൻ വീണ്ടെടുക്കാനായിട്ട് അതിൽ ഒരു ഇംപ്ലാന്റ് ഫിക്സ് ചെയ്യാണ്. ഒരു പ്രോട്ടീൻ ബേസ്ഡ് ഇംപ്ലാന്റ് ആണ് ഫിക്സ് ചെയ്യുന്നത്. ഇതിൽ നമ്മളുടെ തന്നെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന ബ്ലഡും ആവശ്യമാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഈ ഒരു ഇംപ്ലാന്റ് ഈ രണ്ട് ലിഗമെന്റ്, പൊട്ടിപ്പോയ ലിഗമെന്റിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഗ്യാപ്പ് ഫോം ചെയ്യുന്നതനുസരിച്ച് ഈ ലിഗമെന്റ് കൂടിച്ചേരും. ഇത് ലിഗമെന്റ് പോലെ തന്നെ കട്ടിയുള്ളതായിട്ട് മാറും. അപ്പൊ ഇതിന് കുറേയധികം ക്രൈറ്റീരിയാസ് ഉണ്ട്, കുറേയധികം ഇൻക്ലൂഷൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. എല്ലാവർക്കും ഈ ഒരു സർജിക്കൽ ടെക്നിക്ക് അല്ലെങ്കിൽ ഈ ഒരു റിപ്പയർ സർജിക്കൽ ടെക്നിക്ക് ചെയ്യാൻ സാധിക്കില്ല. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം, സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇത് നമുക്ക് ട്രൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണ്, വൺസ് ഈ ഒരു സർജറി എന്ന് പറയുന്നത് കുറച്ച് കാലയളവായിട്ട്, ഇത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതല്ല, 2015 ആദ്യമായിട്ട് ഇത് മനുഷ്യനിലേക്ക് പരീക്ഷിക്കുന്നത്. പക്ഷെ എങ്കിലും അതിനുശേഷം കുറേയധികം സ്റ്റഡീസ് ഒക്കെ ചെയ്തു. ഇപ്പോൾ റീസെന്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് 2023 ഓഗസ്റ്റിൽ നടന്ന ഒരു സ്റ്റഡീസിന്റെ ബേസിലാണ്. അപ്പൊ ഈ ഒരു സ്റ്റഡീസ് പറയുന്നതും ഈ സർജറിക്ക് ശേഷം വളരെ നല്ല എഫക്ട് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫീഡ്ബാക്ക് വളരെയധികം നല്ലത് തന്നെയാണ്. അതിന്റെ സ്റ്റഡീസിന്റെ റിസൾട്ട്സ് ഒക്കെ തന്നെ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പയർ പ്രൊസീജിയർ മറ്റ് നമ്മുടെ സാധാരണ ACL റീകൺസ്ട്രക്ഷൻ പ്രൊസീജിയറിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറേയധികം ബെനിഫിറ്റ്സ് ഉണ്ട്. എന്നാൽ ഇതിന് കുറേയധികം പ്രിക്കോഷൻസും എടുക്കേണ്ടതുണ്ട്. സാധാരണ ACL റീകൺസ്ട്രക്ഷൻ സർജറിയിൽ നമ്മൾ പാലിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ചും കൂടി കെയർ കൂടുതൽ ആവശ്യമാണ് ഈ ഒരു ടെക്നിക്കിന്. കാരണം എന്താണ്, ഇവിടെ നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഹീലിംഗ് കപ്പാസിറ്റി ഉപയോഗിച്ചിട്ടാണ് ഇത് ഫോം ആകുന്നത്, അല്ലെ ഹീൽ ആവുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്താണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? അവിടെ പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് ആവശ്യമായിരിക്കും. അതുപോലെ തന്നെ കൺട്രോൾഡ് ആയിട്ടുള്ള എക്സസൈസും ആവശ്യമായിരിക്കും. ഇവിടെ ഈ ഒരു റിപ്പയർ സർജറി ചെയ്തതിനു ശേഷം നമ്മളുടെ ശരീരം തന്നെ ഈ ഇംപ്ലാന്റിന് പകരം ACL ടിഷ്യൂ തന്നെ ആ ഇംപ്ലാന്റ് ഇരുന്ന സ്ഥലത്തേക്ക് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരീരത്തിന് വളരെയധികം വർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പ്രോപ്പർ ആയിട്ട് ശരീരത്തിന് അത് ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്താൽ മാത്രമേ ഇത് സക്സസ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോവുകയുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ACL റിപ്പയറിന് യൂസ് ചെയ്യുന്ന ബെയർ ഇംപ്ലാന്റ്, ഈ ഇംപ്ലാന്റ് നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ACL ലിഗമെന്റിലേക്ക് കൂടി ചേർന്ന് അത് ACL ലിഗമെന്റ് പോലെ തന്നെ ആവാനായിട്ട് കുറഞ്ഞത് നമുക്കൊരു 8 വീക്സ് ഓഫ് ടൈം എടുക്കും. 8 ആഴ്ചയെങ്കിലും എടുക്കും. ഏറ്റവും കുറഞ്ഞതാണ് പറഞ്ഞത്. ചിലപ്പോൾ അതിലും കുറച്ചും കൂടി മുമ്പോട്ടേക്ക് പോകാം. പക്ഷെ ഒരിക്കലും നിങ്ങൾ അതിൽ പെട്ടെന്ന് തന്നെ, അതായത് 8 വീക്സിന് താഴെ തന്നെ നിങ്ങൾ അതിനുള്ള ഹീലിംഗ് നടക്കുമെന്ന് വിചാരിക്കരുത്. അപ്പൊ 8 വീക്സ് ആണ് നമ്മൾ ഈ ഒരു കേസിൽ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ട് ഹീലിംഗ്, മിനിമം ടൈം കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്ന ഹീലിംഗ് ടൈം എന്ന് പറയാം. ഓക്കെ, ഈ ബ്രിഡ്ജ് പ്രൊസീജിയറിൽ ഒരു അബ്സോർബിൾ പ്രോട്ടീൻ ബേസ്ഡ് ഇംപ്ലാന്റ് ആണ് ശരീരത്തിലേക്ക് അഡ്വൈസ് ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ പേഷ്യൻസിന് ബ്ലഡും ഉണ്ടാവും. അപ്പോൾ ഇതിനെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ACL ടിഷ്യൂ വെച്ച് തന്നെ ഈ ഒരു ഇംപ്ലാന്റിന് പകരം ACL ടിഷ്യൂ ഫോം ആയി അവിടെ ഒരു ബ്രിഡ്ജ് ഫോം ചെയ്യുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ബ്രിഡ്ജ് എൻഹാൻസ്ഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പൊട്ടിയിരിക്കുന്ന രണ്ട് ലിഗമെന്റ് തമ്മിലുള്ള ഈ ഗ്യാപ്പിനെ ഒരു ബ്രിഡ്ജ് കൊണ്ട് ഫിൽ ചെയ്യുകയാണ്. അപ്പൊ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് ബ്രിഡ്ജ് എൻഹാൻസ്ഡ് ACL റിപ്പയർ സർജറി അഥവാ ബെയർ സർജറി എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ ഒരു ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്താണ് ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ? അതായത് ഞാൻ ആദ്യം പറഞ്ഞു കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന്. കാരണം ഇവിടെ എന്താണ് വേണ്ടത്? ഒരു ബ്രിഡ്ജ് നമുക്ക് ഫോം ചെയ്യണമെങ്കിൽ രണ്ട് എൻഡിലും കണക്ഷൻ ഉണ്ടാവണം. എങ്കിലല്ലേ അതിന് നടുവിൽ നമുക്കൊരു ബ്രിഡ്ജ് ഫോം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അവിടെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ACLന്റെ ഏകദേശം മിഡ് സബ്സ്റ്റൻസ് ഇയർ ഒക്കെ ആണെങ്കിൽ, അതുപോലെ തന്നെ കംപ്ലീറ്റ് ഇയർ ആണെങ്കിൽ കൂടി ഇവിടെ ACLന്റെ റിമെയിൻസ് അവിടെ തന്നെ ഉണ്ടാവണം. ഏതൊക്കെ കണ്ടീഷനിലാണ് ACLന്റെ റിമെയിൻസ് ഉണ്ടാവുന്നത്, ഏതൊക്കെ കണ്ടീഷനിലാണ് ACLന്റെ റിമെയിൻസ് ഇല്ലാത്തത്, നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ACLന്റെ റിമെയിൻസ് ഉള്ള കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ഇഞ്ചുറി, ഒരു അക്യൂട്ട് ഇഞ്ചുറി, അല്ലെ? അപ്പൊ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെയുള്ള ഒരു കേസ് ആണെങ്കിൽ അവിടെ ACL ലിഗമെന്റ് പൊട്ടിയിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും പൊട്ടിയ ഭാഗം ACL ലിഗമെന്റ് റിമൈനിങ് ACL പാർട്ട് അവിടെ തന്നെ ഉണ്ടാവും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യാൻ എളുപ്പമല്ലേ, റിപ്പയർ ചെയ്യാൻ എളുപ്പമല്ലേ? പക്ഷെ എങ്കിൽ ഒരു ഇഞ്ചുറി ഉണ്ടായതിനു ശേഷം നിങ്ങൾ കുറെ നാളുകൾക്ക് ശേഷം ഇത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ബ്രിഡ്ജ് ഫോം ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ആ ലിഗമെന്റ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ നമുക്ക് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ACL റീകൺസ്ട്രക്ഷൻ ചെയ്യാം, അല്ലെ? മൊത്തമായിട്ട് പുതിയൊരു ഗ്രാഫ്റ്റ് എടുത്തിട്ട് പകരം ഇതിന് ACL ലിഗമെന്റിനെ മുഴുവനായിട്ട് അവിടുന്ന് ക്ലീൻ ചെയ്തെടുത്ത് കളഞ്ഞതിന് ശേഷം ബോണിൽ സ്ക്രൂ ചെയ്ത് ഹോൾ ഇട്ടതിന് ശേഷം നമ്മൾ പുതിയ ഗ്രാഫ്റ്റിനെ ഫിക്സ് ചെയ്യാം.
ശരിയല്ലേ? ഇതാണല്ലോ നമ്മൾ ACL റീകൺസ്ട്രക്ഷൻ സർജറിയിൽ കണ്ടത്. നിങ്ങൾ എന്റെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കണ്ടു കാണും. ACL റീകൺസ്ട്രക്ഷൻ സർജറിയുടെ പ്രൊസീജിയേഴ്സ് പല വീഡിയോസ് നിങ്ങൾ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടു കാണും അല്ലെ? അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ റിപ്പയർ സർജറി എന്താണ്, അതിന്റെ ഒരു സർജിക്കൽ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സർജറി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിയിൽ അക്യൂട്ട് ഫേസ് കഴിഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ കീപ്പ് ഓൺ നിങ്ങൾ ഈ മുട്ടിൽ സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അബ്നോർമൽ മൂവ്മെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ റിപ്പയർ എടുക്കാനുള്ള ആ പോസിബിലിറ്റി നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ്. ഒരു ഇഞ്ചുറി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് MRIയിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്ത് വേണം, എന്ത് ടെക്നിക്ക് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അത് സംബന്ധിക്കുന്ന സ്പെഷ്യലിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്യണം. അങ്ങനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് എത്രത്തോളം പോസിബിൾ ആണ്. ഒരു ACL സർജിക്കൽ റീകൺസ്ട്രക്ഷൻ ചെയ്യണോ, അതല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ റിപ്പയർ ചെയ്താൽ മതിയാകുമോ, അല്ലെങ്കിൽ നോൺ സർജിക്കൽ ആയിട്ടുള്ള എക്സസൈസ് ചെയ്തിട്ട് അതിനെ സർജറി ഒന്നും കൂടാതെ ഒഴിവാക്കി നിർത്തണോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്പെഷ്യലിസ്റ്റ് ആളുകളെ തന്നെ കൺസൾട്ട് ചെയ്യണം. എങ്കിലും മാത്രമേ നിങ്ങൾക്ക് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഈ ഒരു നോളജ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ജനറൽ അഡ്വൈസസ് കിട്ടും. ഈ ജനറൽ അഡ്വൈസസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ലോങ് ജേർണി പ്ലാൻ ചെയ്യാൻ സാധിക്കില്ല. ജനറൽ അഡ്വൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ മതി, ഇത് സർജറി ഇല്ലാണ്ട് ഒഴിവാക്കാൻ പറ്റും. അഡ്വൈസ് നമ്പർ 1 ഇതാണ്. രണ്ടാമത്തെ അഡ്വൈസ്, തെറ്റായിട്ട് വരുന്ന ജനറൽ അഡ്വൈസസ് ആണ് ഈ പറയുന്നത്. രണ്ടാമത്തെ അഡ്വൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ സാധിക്കും. അടുത്ത അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ലൈഫിൽ നടക്കുന്ന പോലെ ഒന്നും നടക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ തെറ്റായിട്ടുള്ള അഡ്വൈസുകളാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അതുമായി നിൽക്കുന്ന സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ തന്നെ കൺസൾട്ട് ചെയ്തിട്ട് അവിടുന്ന് ഒരു ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. കാരണം ഒരു ഒപ്പീനിയൻ എടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമല്ല അല്ലെ. ജസ്റ്റ് ഒരു 5 to 10 minutes നിങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ഒപ്പീനിയൻ കിട്ടും. ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈച്ച് ആൻഡ് എവറി ടൈം നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഒരു 10 to 15 minutes നിങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് യാതൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ ക്ലിയർ ആയിട്ട് ആ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ, ഏത് സ്പെസിഫൈഡ് കണ്ടീഷൻ ആണോ നിങ്ങൾക്കുള്ളത്, അതുമായിട്ട് ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയി നിൽക്കുന്ന സെന്ററുകളിൽ പോയിട്ട്, ഹോസ്പിറ്റലിൽ പോയിട്ട്, സർജന്റെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിനൊരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്താൽ മതി. കാരണം ധൃതി വെച്ചിട്ട് എന്തെങ്കിലും ഒപ്പീനിയൻ കേട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു റിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് അക്യൂട്ട് ഫേസിൽ പറ്റുള്ളൂ. സാധാരണ അതിലൊരു ക്രൈറ്റീരിയ പറയുന്നത് 50 days ആണ്. ഇഞ്ചുറി ഉണ്ടായിട്ട് 50 ദിവസത്തിന് മേളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ACL റിപ്പയർ സർജറി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ഈ ക്രൈറ്റീരിയ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 50 ദിവസം തന്നെ നിങ്ങൾ നടക്കുമ്പോൾ ആ 50 ദിവസങ്ങളിൽ ഉണ്ടാകുന്ന അബ്നോർമൽ മൂവ്മെന്റ്സ് മതി റിമൈനിങ് ACLനെ അതിന്റെ കപ്പാസിറ്റി നഷ്ടപ്പെടുത്താനായിട്ട്, ഈ റിപ്പയർ ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുത്താനായിട്ട്. കറന്റ് ട്രെൻഡ് വെച്ചിട്ട് നിങ്ങൾ എപ്പോഴാണ് സർജറി ചെയ്യുന്നത്? ഇഞ്ചുറി ഒക്കെ ഉണ്ടായി 1.5 വർഷം കഴിഞ്ഞിട്ട് അല്ലെ. ഇഞ്ചുറി ഉണ്ടായിട്ട് 2 വർഷം കഴിഞ്ഞിട്ട്, 3 വർഷമായിട്ടും സർജറി ചെയ്യാത്ത എത്ര ആളുകളുണ്ട്? അപ്പൊ അവർക്കൊക്കെ ഈ റിപ്പയർ പോസിബിൾ അല്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കറക്റ്റ് ടൈമിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോൾ ബെനിഫിറ്റ് ഇതാണ്. നിങ്ങൾക്ക് ഫർദർ കോംപ്ലിക്കേഷൻസ്, ഫ്യൂച്ചർ കോംപ്ലിക്കേഷൻസിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അല്ലാണ്ട് 3 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ അന്ന് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കോംപ്ലിക്കേഷൻസ് വരില്ലായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതിൽ ഡിസപ്പോയിന്റഡ് ആയിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ടുള്ള മാനേജ്മെന്റ് മാത്രമേ പോസിബിൾ ഉള്ളൂ അല്ലെ. എന്നെ കോൺടാക്ട് ചെയ്ത് എത്ര ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് 3 വർഷത്തോളം വെച്ചുകൊണ്ടിരുന്നത്? അപ്പൊ അവരൊക്കെ പറഞ്ഞാണ്, സാർ അതിനുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ലായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ പറഞ്ഞ ആളുകളോട് ഞാൻ പറഞ്ഞതാണ്, ഓക്കെ ഫൈൻ, നമുക്കിപ്പോൾ കറന്റ് സിറ്റുവേഷനിൽ നിന്നുകൊണ്ടുള്ള മാനേജ്മെന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാനേജ്മെന്റുകളൊക്കെ തന്നെ ചെയ്യാം അല്ലെ. നിങ്ങൾ എത്ര പേര് ഈ മറുപടി കേട്ടിട്ടുണ്ട്? എന്റെ അടുത്തിൽ നിന്ന് അധികം ആൾക്കാരും കേട്ടിട്ടുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ്? അതിൽ കഴിയുന്ന ആൾക്കാരും ആ ഒരു സമയത്ത് അവർക്ക് ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ട് പലയധികം കോംപ്ലിക്കേഷൻസ് കൂടെ കടന്നു വന്നു. ഇനി അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ പറയുന്നത്. ഇപ്പൊ ഇവിടെ എന്താണ് സർജിക്കൽ ടെക്നിക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലാത്ത ആളുകൾക്ക് വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ സർജറിക്ക് എന്താണ് ക്രൈറ്റീരിയാസ് എന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഇതിലെ പോകുന്നത് ഈ സർജറി നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ റീകൺസ്ട്രക്ഷൻ ചെയ്തപ്പോൾ ACLR അല്ലെ, ACL റീകൺസ്ട്രക്ഷൻ ചെയ്തപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്താണ്? പുതിയ ഗ്രാഫ്റ്റ് എടുത്ത് നമ്മൾ ഈ ACL ലിഗമെന്റിന് പകരം വെക്കുകയാണ്. അപ്പൊ ഗ്രാഫ്റ്റ് എടുക്കുന്നത് എവിടെ നിന്നാണ്? മറ്റൊരു ഏരിയയിൽ നിന്നാണ് അല്ലെ, ശരീരത്തിന് തന്നെ മറ്റൊരു ഏരിയയിൽ നിന്ന്, ഒരു മസിൽ നിന്നാണ്. അപ്പോൾ ആ ഗ്രാഫ്റ്റ് എടുക്കുന്നത് സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ശരിയല്ലേ? നമുക്ക് ഉള്ള ഒരു കാര്യം റിപ്പയർ ചെയ്യുന്നതും
അതുപോലെ തന്നെ പുതിയതായിട്ട് ഒന്നുകൊണ്ട് ഇംപ്ലാന്റ് ചെയ്യുന്നത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു അവിടെ ഡിഫറൻസ് വന്നത്, ഈ ഏതൊക്കെ രീതിയിലാണ് ഡിഫറൻസ് വരുന്നതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു പുതിയൊരു മസിലിൽ നിന്ന് ഒരു ടെൻഡന്റെ ഒരു ഭാഗം എടുക്കുമ്പോൾ ആ ടെൻഡൻ എടുത്തിരിക്കുന്ന ആ മസിൽസിൽ വീക്ക്നെസ്സും വേസ്റ്റിംഗും ഒക്കെ വരാം അല്ലെ. ഈ ഗ്രാഫ്റ്റ് എടുത്ത മസിൽസ് കോമൺ ആയിട്ട് എടുക്കുന്നത് ഹാംസ്ട്രിംഗ് ഗ്രാഫ്റ്റ് ആണ്. അപ്പൊ ഈ ഹാംസ്ട്രിംഗ് ഗ്രാഫ്റ്റ് എടുത്തിരിക്കുന്ന ഏരിയയിൽ ഹാംസ്ട്രിങ്സിന് സ്റ്റിൽ മസിൽസിന് അത്ര വലിയ പവറൊന്നും ഇല്ലാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഒരു 3-4 ഒക്കെയുള്ള പവർ റേഞ്ചിലുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ മസിൽസിന് വേസ്റ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ആ പഴയ മസിൽ ബൾക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് കോമൺ ആയിട്ടുള്ളത് കൂടുതലും. ഞാൻ ഈ പറയുന്നത് ജിംനാസ്റ്റിക്കിനെ സ്ഥിരമായി ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്കൊന്നുമല്ല, സാധാരണയുള്ള കോമൺ പീപ്പിളിൽ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ അവിടുന്ന് ഗ്രാഫ്റ്റ് എടുത്തു അല്ലെ, ഗ്രാഫ്റ്റ് എടുത്തുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ ഗ്രാഫ്റ്റ് എടുക്കുന്ന ഏരിയയിൽ ഒരു ചെറിയൊരു നംനസ് മരവിപ്പ് ഉണ്ടാവും, ശരിയല്ലേ? അതും 2, 3, 4 വർഷമായിട്ട് വിട്ടുമാറാത്ത ആളുകളുണ്ട്. അപ്പൊ ഇതൊന്നും ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളല്ല. മസിൽ വേസ്റ്റിംഗ് എന്നുള്ളത് ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രോപ്പറായിട്ട് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ അത് പ്രോബ്ലം ആണ്. പക്ഷേ ഈ നംനസ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല അത്. അപ്പോൾ ഞാൻ പറയുകയാണ്, അപ്പൊ ആ ഒരു കോംപ്ലിക്കേഷൻസിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ 2 കാര്യങ്ങളും ഇവിടെ ഈ ബെയർ റിപ്പയർ സർജറി ചെയ്യുമ്പോൾ ഉണ്ടാവില്ല, ശരിയല്ലേ? കാരണം എന്താണ്, അവിടെ നമ്മൾ റിപ്പയർ അല്ലേ ചെയ്യുന്നത്, അവിടെ ഉള്ള ACL ലിഗമെന്റിനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ റീഹാബിലിറ്റേഷൻ സൈഡിലേക്ക് വരുമ്പോഴാണ്. കാരണം ACL റീകൺസ്ട്രക്ഷൻ ചെയ്തപ്പോൾ റീഹാബിലിറ്റേഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? ഈ ഗ്രാഫ്റ്റ് നമുക്ക് എല്ലിൽ പിടിക്കാൻ അല്ലെങ്കിൽ എല്ലിൽ ഉറയ്ക്കാനായിട്ടുള്ള ടൈം നമുക്ക് വളരെ നിർബന്ധമായിരുന്നു, ശരിയല്ലേ? ഗ്രാഫ്റ്റ് എല്ലിൽ ഉറയ്ക്കാനുള്ള ടൈം വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജിക്കൽ ടെക്നിക്കിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് കാരണം ഒരുപക്ഷെ ഗ്രാഫ്റ്റിന്റെ നീളം കൂടുകയോ, കറന്റ്ലി അത് സംഭവിക്കാറില്ല, ന്യൂ ടെക്നിക്സിലൊന്നും അങ്ങനെ സംഭവിക്കില്ല, പക്ഷെ ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പോൾ ഈ എടുക്കുന്ന ഗ്രാഫ്റ്റിൽ പ്രോപ്പറായിട്ട് ലെങ്ത് ഇല്ലാതെയോ അല്ലെങ്കിൽ സർജറിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലോ ഒരു ആംഗിളിന് ഡിഫറൻസ് വന്നാലോ ഒക്കെ ഈ നീ റേഞ്ച് ഓഫ് മോഷനെ, മുട്ട് മടക്കുന്ന റേഞ്ചിനെ അത് അഫക്ട് ആവും അല്ലെ, ശരിയല്ലേ? പക്ഷെ ഈ ഒരു കേസിൽ അത് അങ്ങനെ സംഭവിക്കുമോ? കാരണം അതിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോംപ്ലിക്കേഷൻസ് അവിടെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ലേ മാക്സിമം. അപ്പൊ അത് ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. ഇനി ഇതിന്റെ ഏറ്റവും വലിയൊരു മറ്റൊരു സൈഡിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ഡ്രോബാക്സിലേക്ക് പോകുമ്പോൾ എന്താണെന്ന് അറിയാമോ? ഇതിന്റെ ഒരു ഡ്രോബാക്സ് മെയിൻ ആയിട്ട് പറയുമ്പോൾ നമുക്ക് സാധാരണ ACL റീകൺസ്ട്രക്ഷൻ ACLR ചെയ്യുമ്പോൾ നമുക്ക് നീ റേഞ്ച് ഓഫ് മോഷൻ എന്നുള്ളത് നമ്മളൊരു ഫേസ് ഫോം ചെയ്തിട്ട് ഓരോ ഫേസിൽ ഇന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പോസിബിൾ ആയിരുന്നു അല്ലെ. ആ ഒരു രീതിയിൽ തന്നെ ചെയ്തിരുന്നെങ്കിൽ മതിയായിരുന്നു. പക്ഷെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നീ റേഞ്ച് ഓഫ് മോഷൻ വളരെയധികം കൺട്രോൾ ചെയ്തേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവിടെ നമ്മൾ ACL ഗ്രാഫ്റ്റ് വെച്ചു. കാരണം ACL ഗ്രാഫ്റ്റ് ആ സ്ട്രോങ് ആണ്, അത് നമ്മൾ എല്ലിലേക്ക് ഫിക്സ് ആവുന്നതിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി, ശരിയല്ലേ? ഇവിടെ നമുക്ക് എന്താണ് ചിന്തിക്കേണ്ടത്? ഇത് കൂടി ചേരുന്നതിനെ പറ്റി ചിന്തിക്കണം. ഇത് കൂടി ചേരണമെങ്കിൽ ഇതിന്റെ ടൈം കൊടുക്കണം. എന്നാൽ നമുക്ക് ഇത് കൂടി ചേരുന്ന ഞാൻ ഏകദേശം പറഞ്ഞു 8 ആഴ്ച എടുക്കുമെന്ന് പറഞ്ഞു. ഈ 8 വീക്സ് ഡ്യൂറേഷനിൽ നമുക്ക് മുട്ട അനക്കാതെ വെക്കാൻ പറ്റുമോ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ വെച്ചിട്ടുള്ള ആളുകൾക്കറിയാം. 2 ആഴ്ച 3 ആഴ്ച കൂടുതൽ മുട്ട അനക്കാതെ വെച്ചിട്ടുള്ള ആളുകൾക്കറിയാം മുട്ടിൽ ടൈറ്റ്നസ് ഉണ്ടാവും, ശരിയല്ലേ? പിന്നെ ഇത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇത് മടക്കാനും നിവർക്കാനും എന്നുള്ളത് നിങ്ങളുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. സർജറി ചെയ്ത ആളുകളുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. നമ്മുടെ കമന്റ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും സർജറി ചെയ്ത ആളുകളുണ്ട്. ജസ്റ്റ് ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ പറഞ്ഞ സർജറി ചെയ്ത് റീകൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം 3-4 ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം നീ ബെൻഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്ക് ഇപ്പോഴും ഫുൾ ആയിട്ട് നീ റേഞ്ച് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്ര പേർക്കാണ്? വളരെ കുറവാണ്, വളരെ ചുരുക്കം ആളുകൾക്കാണ്. അതും അവർ എത്രത്തോളം എഫേർട്ട് എടുത്തതിന് ശേഷമായിരിക്കും ഈ മുട്ടൊന്ന് മടങ്ങി വന്നതെന്നറിയാമോ? അതും എല്ലാവർക്കും അത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുമില്ല ഫുൾ നീ റേഞ്ച് ഓഫ് മോഷൻ. ഇപ്പോഴും എൻഡ് റേഞ്ചിൽ ടൈറ്റ്നസ് ഉള്ള എത്രയോ ആളുകളുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്യുന്ന പല ആളുകൾക്കും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ്, സർ എനിക്ക് മുട്ടിൽ ടൈറ്റ്നസ് ഉണ്ട്, മുഴുവനായിട്ട് മടക്കാൻ പറ്റുന്നില്ല. ചോദിക്കുമ്പോൾ എത്ര നാൾ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണ് 8 മാസം കഴിഞ്ഞു, 9 മാസം കഴിഞ്ഞു. ഞാൻ ചോദിക്കും എന്താണ് ഇതുവരെ ചെയ്തത്, എപ്പോഴാണ് നീ റേഞ്ച് ഓഫ് മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് സാർ 1 മന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ നീ റേഞ്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയും, ശരിയല്ലേ? നിങ്ങളുടെ തന്നെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണത്, ശരിയല്ലേ? അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഇവിടെ നീ റേഞ്ച് ഓഫ് മോഷനിൽ റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോളിൽ വളരെയധികം ചേഞ്ചസ് ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു സർജിക്കൽ ടെക്നിക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ സാധാരണ ACL റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ അല്ല കൊടുക്കുക. അതിന് ബെയർ ഇംപ്ലാന്റിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. റീസെന്റ് ലാസ്റ്റ് വീക്ക് തൊട്ട് അതിന്റെ ഓൺലൈൻ റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു സർജിക്കൽ ടെക്നിക്ക് ചെയ്തുകൊണ്ടുവരുന്നത്. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ഇത് കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് വരാം. അപ്പോൾ ആർക്കും തന്നെ റീകൺസ്ട്രക്ഷൻ എന്നുള്ള ഒരു ഇത് മാറിയിട്ട് റിപ്പയറിലേക്ക് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു.
ഇവിടെ നമ്മൾ റീഹാബിൽ ശ്രദ്ധിക്കുമ്പോൾ റീഹാബിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇത് ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ അക്യൂട്ട് ഫേസിൽ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവിടെ ആദ്യം തന്നെ നീ ബ്രേസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നീ ബ്രേസ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് റേഞ്ച് ഓഫ് മോഷൻ നീ ബ്രേസ് തന്നെയായിരിക്കും. കാരണം അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, കാരണം എന്താണ്, നമ്മൾ അവിടെ തുടക്കത്തിൽ തന്നെ അതിനെ കൺട്രോൾ ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ എന്നെ ഇന്ന് കോൺടാക്ട് ചെയ്ത് പറയുകയാണ് എനിക്ക് 2 ദിവസം മുമ്പ് ഇഞ്ചുറി ഉണ്ടായി, MRI എടുത്തു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ MRI എടുത്തു, ഒരാഴ്ച കഴിഞ്ഞ് MRI എടുത്തപ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് ലിഗമെന്റ് കട്ടാണ്, ഒരു മിഡ് സബ്സ്റ്റൻസ് ടിയർ ആണ് പറയുന്നത്, നിയർ കംപ്ലീറ്റ് ടിയർ ആണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരോട് എന്ത് പറയും, നമുക്ക് 2 രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാമെന്ന് പറയും. എന്തൊക്കെ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും? 1 റിപ്പയർ എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും, 2 റീകൺസ്ട്രക്ഷൻ എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് രീതിയിലും പോയി കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് ഞാൻ കുറച്ച് മുമ്പേ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ തീരുമാനിക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് എന്തൊക്കെ ചെയ്യണം ഇതിനു വേണ്ടി അല്ലെ, ഈ ഒരു കാര്യം തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ബെയർ റിപ്പയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഈ നീ റേഞ്ച് ഓഫ് മോഷനെ ആദ്യം തന്നെ കൺട്രോൾ ചെയ്യണം. അതായത് എന്താണ്, ഇഞ്ചുറി ഉണ്ടായിരുന്ന സമയം തൊട്ടിട്ട് സർജറി എന്നാണോ ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ ഒരു ടൈം വരെ നമ്മൾ കൺട്രോൾഡ് നീ റേഞ്ച് ഓഫ് മോഷനെ നമ്മൾ മുട്ടിൽ കൊടുക്കുകയുള്ളൂ. നമ്മൾ അതിൽ ബ്രേസ് സെറ്റ് ചെയ്ത് നീ റേഞ്ച് ഓഫ് മോഷൻ സെറ്റ് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ മാത്രം മുട്ട് മടക്കി നിവർത്താൻ പറയും, പതിയെ ഇമ്പ്രൂവ് ചെയ്യാൻ പറയും. സർജറിക്ക് മുമ്പ് ഫുൾ നീ റേഞ്ച് ഓഫ് മോഷൻ അച്ചീവ് ചെയ്യാൻ പറയും. എന്തുകൊണ്ടാണ്? കാരണം മാക്സിമം ഇവിടെ പ്രിസർവ് ചെയ്യണം അല്ലെ. റിമൈനിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നല്ല, അതിന്റെ സ്റ്റംപ്, ടിബിയൽ സ്റ്റംപ് എന്ന് പറയും, ഈ ACL ടിബിയൽ കണക്ഷനും മറ്റേത് ഫെമറൽ കണക്ഷനും. അപ്പൊ ഈ സ്റ്റംപിനെ നമ്മൾ പ്രിസർവ് ചെയ്യണം, എങ്കിൽ മാത്രമേ റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ബ്രിഡ്ജ് ചെയ്യണമെങ്കിൽ ഈ രണ്ടറ്റത്തും ഇത് കണക്ഷൻ ഉണ്ടാവണ്ടേ, നടുക്കല്ലേ ബ്രിഡ്ജ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ജേർണിയിൽ നമുക്ക് നീ ബ്രേസ് നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നും. കാരണം സാധാരണ സ്റ്റാറ്റിക് നീ ബ്രേസിനെക്കാട്ടിലും റേഞ്ച് ഓഫ് മോഷൻ നീ ബ്രേസ് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. പക്ഷെ സർജറിക്ക് ശേഷവും നമുക്ക് ഇത് തന്നെ പ്രശ്നമുണ്ട്, നീ റേഞ്ച് ഓഫ് മോഷനെ കൺട്രോൾ ചെയ്യണം. നമ്മൾ സാധാരണ ACL റീകൺസ്ട്രക്ഷൻ സമയത്ത് പറഞ്ഞിരുന്ന നീ റേഞ്ച് ഓഫ് മോഷൻ എങ്ങനെയായിരുന്നു? നമ്മൾ ആദ്യത്തെ 2 ആഴ്ചയിൽ നമ്മൾ ഒരു 60 ഡിഗ്രി നീ റേഞ്ച്, അതിനുശേഷം 4ാമത്തെ ആഴ്ചയിൽ 90 ഡിഗ്രി നീ ബെൻഡിങ്, അതിനുശേഷം ഫുൾ നീ ബെൻഡിങ്. ശരിയല്ലേ? അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ജനറൽ പ്രോട്ടോകോൾ ആണ് കേട്ടോ, അതല്ലാണ്ട് ഫുൾ നീ റേഞ്ച് ആദ്യം തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കേസുകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു കേസിലായിരുന്നു നമ്മൾ റീകൺസ്ട്രക്ഷൻ കേസിൽ പോയെങ്കിൽ നമുക്ക് ഈ ബെയർ റിപ്പയർ സർജറിയുടെ സമയത്ത് നമുക്ക് അവിടെ റേഞ്ച് ഓഫ് മോഷൻ ഉള്ള ഒരു 45 ഡിഗ്രി തുടക്കത്തിൽ, അതിനുശേഷം ഒരു 60 ഡിഗ്രി, പിന്നീട് നമ്മൾ അത് ഓക്കെ ആണെങ്കിൽ ബിയറബിൾ ആണെങ്കിൽ 90 ഡിഗ്രി, ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. കാരണം ആ സമയത്തൊക്കെ നമുക്ക് ഈ നീ റേഞ്ച് ഓഫ് മോഷൻ ബ്രേസ് തന്നെ ആവശ്യമായിട്ട് വരും. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ബ്രേസിന്റെ സ്റ്റോറി കഴിയുന്നില്ല, പിന്നെ നമുക്ക് ഫംഗ്ഷണൽ ആക്ടിവിറ്റീസിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഫംഗ്ഷണൽ നീ ബ്രേസ് വരെ ഈ ഒരു കേസിൽ വരാറുണ്ട്. കാരണം ഫംഗ്ഷണൽ നീ ബ്രേസ് ഒക്കെ കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇവിടെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേസിന്റെ കാര്യത്തിൽ ബ്രേസ് ഈസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണം തോന്നാം. കാരണം ഈ കണ്ടിന്യൂസ് ആക്ടിവിറ്റിയിൽ ബ്രേസ് ആവശ്യമാണ്. കാരണം തുടക്കത്തിൽ തൊട്ട് ബ്രേസിംഗ് ചെയ്ത് ഇതിനെ കൺട്രോൾ ചെയ്താലേ ഇത് റിപ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ. തുടക്കത്തിൽ തൊട്ട് നമ്മൾ ബ്രേസ് ചെയ്ത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ റിപ്പയറിന്റെ സർജറിക്ക് സമയത്ത് ഇതിന് പ്രോപ്പറായിട്ട് ക്വാളിറ്റി ഉണ്ടാവില്ല ജോയിൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് ജോയിന്റ് ആവില്ല, സർജറി ഫെയിലിയർ ആവും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇതിന്റെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് എന്ന് പറയുന്നത്. ഈ ബോത്ത് ടെക്നിക്ക്, അതായത് പഴയ ACL റീകൺസ്ട്രക്ഷനും അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന ഈ ബെയർ റിപ്പയർ സർജറിയും തമ്മിൽ സ്റ്റഡീസ് ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഈ സ്റ്റഡീസിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചധികം റിസൾട്ട്സ് അവർക്ക് കിട്ടി, കൺക്ലൂഷൻസ് കിട്ടി. കാരണം എന്താണ്, ഇതിന്റെ റീ ഇഞ്ചുറി റേറ്റ് ഉണ്ട്. അതായത് സാധാരണ ACL റീകൺസ്ട്രക്ഷൻ ചെയ്താലും ACL റിപ്പയർ ചെയ്താലും നമുക്ക് റീ ഇഞ്ചുറി ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല അല്ലെ. അത് നേരത്തെയുള്ള വീഡിയോസ് കണ്ട ആളുകൾക്ക് മനസ്സിലാവും. ഡിപ്പെൻസ് ഓൺ നിങ്ങൾക്ക് എന്ത് ആക്ടിവിറ്റി ആണോ നിങ്ങൾ ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് റീ ഇഞ്ചുറി റേറ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ റീ ഇഞ്ചുറി റേറ്റ് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ ഈക്വൽ ആണ്. ACL റീകൺസ്ട്രക്ഷൻ ചെയ്താലും റീ ഇഞ്ചുറി റേറ്റ് ഈക്വൽ ആണ്, ACL റിപ്പയർ ചെയ്താലും റീ ഇഞ്ചുറി റേറ്റ് ഈക്വൽ ആണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് റീകൺസ്ട്രക്ഷൻ ചെയ്യണം? എന്തുകൊണ്ട് ശരീരത്തിൽ എക്സ്ട്രാ ഒരു കട്ട് ഉണ്ടാക്കി ഒരു ഗ്രാഫ്റ്റ് എടുത്ത് ഒരു ടെൻഡൻ എടുത്ത് റീപ്ലേസ് ചെയ്തിട്ട് അതിനുവേണ്ടി നിങ്ങളെ കൂടുതൽ സഫർ ചെയ്യിക്കണം? നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഒരു ടെക്നിക്ക് കൊണ്ടിട്ട് ഇതിനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാൻ സാധിക്കുമെങ്കിൽ അതല്ലേ കുറച്ചും കൂടി നല്ലത്? യു ഷുഡ് തിങ്ക് അബൌട്ട് ഇറ്റ് അല്ലെ, ആലോചിക്കണം. എന്ന് വെച്ചിട്ട് നാളെ കാണുന്ന എല്ലാവരും തന്നെ എനിക്ക് ഇഞ്ചുറി ഉണ്ടായിട്ട് 1 വർഷമായി 2 വർഷമായി സാർ എനിക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കേണ്ട. കാരണം അതിനെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തന്നതാണ്. അതിന്റെ ടൈം പീരീഡ് ഉണ്ട്, അതിന് ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ ഉണ്ട്. 50 ഡേയ്സ് എന്നുള്ള ഒരു ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ ആണ് നമ്മൾ വെക്കുന്നതെങ്കിലും അതിന് പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് ഉണ്ടാവണം, ടിബിയൽ സ്റ്റംപ് ഉണ്ടാവണം, ACL ലിഗമെന്റ് ഇൻടാക്ട് ആയിരിക്കണം, ACL ലിഗമെന്റ് ടിയർ ആയ ACL ലിഗമെന്റിന്റെ റിമൈനിങ്സ് ഇൻടാക്ട് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇൻടാക്ട് ആവാൻ അറിയണമെങ്കിൽ വെറുതെ ഒരു MR റിപ്പോർട്ട് കൊണ്ട് അറിയാൻ സാധിക്കില്ല കേട്ടോ. MR റിപ്പോർട്ടിൽ എന്താണ് ഉണ്ടാവുക?
ഇവിടെ കംപ്ലീറ്റ് കട്ട് ഉണ്ടാവും, ലിഗമെന്റ് കംപ്ലീറ്റ് ടിയർ ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്തല്ലേ. അപ്പൊ അത് പറയും. അപ്പൊ ഇവിടെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഏത് സ്റ്റേജിലാണ് എടുക്കാൻ സാധിക്കുക ഏറ്റവും കൂടുതൽ? കാരണം അക്യൂട്ട് ഫേസ് ആണ്, നിങ്ങൾക്ക് 50 ദിവസം ആയിട്ടില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് കട്ട് ആയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് 100% നിങ്ങൾ അതിന് ക്വാളിഫൈഡ് ആണെന്നും പറയാൻ സാധിക്കില്ല. കാരണം ഇതിന് നമുക്ക് കറക്റ്റായിട്ട് ടിബിയൽ സ്റ്റംപ്, ആ നിൽക്കുന്ന സ്റ്റംപ് ഉണ്ടല്ലോ, ആ റിമൈനിങ്സിനെ നമ്മൾ എക്സാമിൻ ചെയ്യണ്ടേ. റിമൈനിങ്സ് അറിഞ്ഞാലേ പറ്റുള്ളൂ. MRIയിൽ എന്താ സംഭവിക്കുക, നമുക്കൊരു ജസ്റ്റ് ഒരു ഇമേജ് അല്ലേ കിട്ടുക. പക്ഷെ ഇവിടെ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുന്നത് ആർത്രോസ്കോപ്പിയിലാണ്. അതായത് മുട്ടിനകത്തേക്ക് ക്യാമറ ഇറക്കുന്ന സമയത്താണ് ഈ സ്റ്റമ്പിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, ഓക്കെ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ അതിനുവേണ്ടി ഒരു ആർത്രോസ്കോപ്പി, നീ ആർത്രോസ്കോപ്പി ഒരു ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണം അതിനുവേണ്ടി നീ ആർത്രോസ്കോപ്പി ചെയ്താലും അതൊരു ചെറിയൊരു സർജിക്കൽ പ്രൊസീജിയർ ആയതുകൊണ്ട്, ചെറിയൊരു ഹോളൊക്കെ ഇടേണ്ടതുകൊണ്ട് അതും കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഏറ്റവും കൂടുതൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത് നിങ്ങളുടെ സർജൻ ഡിസിഷൻ എടുക്കും. എപ്പോഴാണ്? ഒരുപക്ഷെ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയും, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, അതല്ലേ ബെറ്റർ. അതായത് ട്രൈ ചെയ്ത് നോക്കാം, ഒരുപക്ഷെ റിപ്പയർ പോസിബിൾ ആണെങ്കിൽ ഞങ്ങൾ റിപ്പയർ ചെയ്യും, അതല്ല റിപ്പയർ പോസിബിൾ അല്ല, റീകൺസ്ട്രക്ഷൻ ആണ് സ്യൂട്ടബിൾ എന്ന് തോന്നിക്കഴിഞ്ഞാൽ റീകൺസ്ട്രക്ഷൻ ചെയ്യും എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ അത് എങ്ങനെയാ മനസ്സിലാവുക? ആർത്രോസ്കോപ്പിയിലൂടെ ക്യാമറ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും, ഓക്കെ ഇതിന് ക്വാളിറ്റി ഉണ്ട്, ഇതിന് ഈ ഒരു ടെക്നിക്ക് ചെയ്യാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് സർജൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് അത് ഡിസൈഡ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ്, ഈ ഒരു പോയിന്റിലാണ് മോസ്റ്റ് ഓഫ് ദ സിനാരിയോസിലും ഡിസിഷൻ എടുക്കുക. അത് തന്നെയാണ് കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇനി ഇവിടെ ഒരു സ്റ്റഡീസ് ഉണ്ട്, ആ സ്റ്റഡീസിനെ കുറച്ചൊരു ഡിസ്കഷൻ ആണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഇപ്പൊ ഇത്ര നേരം വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ആഫ്റ്റർ സർജറി ഇൻസ്ട്രക്ഷൻ, ചെറുതായിട്ട് ആഫ്റ്റർ സർജറി ഇൻസ്ട്രക്ഷൻ എന്താണ്, ഹോം എക്സസൈസ് എന്താണ്, അതുപോലെ തന്നെ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഇതിനെ പറ്റിയിട്ട് ഒരു ചെറിയ ഡിസ്കഷൻ കൂടെ ഞാൻ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിയർ പ്രൊസീജിയർ ഈസ് ഡിഫറെന്റ് ദാൻ ACL റീകൺസ്ട്രക്ഷൻ. അല്ലെ, ACLR വെച്ച് നോക്കുമ്പോൾ ബിയർ പ്രൊസീജിയർ ഡിഫറെന്റ് ആണ്. ACLR റീകൺസ്ട്രക്ഷൻ ആയിരുന്നെങ്കിലും ബിയർ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിപ്പയർ ആണ്. ഓക്കെ, അടുത്തത് ഫോളോയിങ് ദ ബിയർ പ്രൊസീജിയേഴ്സ് യുവർ ബോഡി വിൽ വർക്കിംഗ് ഹാർഡ് ടു റീപ്ലേസ് ദ ബിയർ ഇംപ്ലാന്റ്. അല്ലെ, അപ്പൊ ബിയർ ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ശരീരം കുറച്ച് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഹാർഡായിട്ട് തന്നെ ഇതിനെ ഒന്ന് ഫിക്സ് ആക്കി എടുക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞിരുന്നു ഏകദേശം 8 ആഴ്ചയെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇവിടെ അടുത്തത് വാട്ട് യു നീഡ് ടു ഡു. ഇവിടെ എൻഷുർ ഫിസിക്കൽ തെറാപ്പിസ്റ്റ് റിസീവ്സ് എ ബെയർ ഇംപ്ലാന്റ് പ്രോട്ടോകോൾ, റീഹാബിലേഷൻ പ്രോട്ടോകോൾ. അതായത് ഇവിടെ നിങ്ങൾ ഈ ഒരു ബെയർ റിപ്പയർ സർജറി ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ചെയ്യുന്ന റീഹാബിലേഷൻ പ്രോട്ടോകോൾ ബെയർ റിപ്പയർ റീഹാബിലേഷൻ പ്രോട്ടോകോൾ തന്നെ ആയിരിക്കണം. അല്ലാണ്ട് സാധാരണ ACL റീഹാബിലേഷൻ പ്രോട്ടോകോൾ അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു ഹീലിംഗിനെ ഡിസ്റ്റർബ് ആവും, അവിടെ നിങ്ങൾ വീണ്ടും റീകൺസ്ട്രക്ഷൻ ഒരുപക്ഷെ ചെയ്യേണ്ടി വരാം. ക്ലിയർ ആയില്ലേ? അടുത്ത കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ മറ്റെല്ലാ സർജിക്കൽ ടെക്നിക്കും പോലെ തന്നെ ഇവിടെ ഫിസിക്കൽ തെറാപ്പി വിസിറ്റ്സ് അത്യാവശ്യമാണ്. കാരണം പ്രീ സർജിക്കൽ അഡ്വൈസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞിരുന്നു, ഇഞ്ചുറി ഉണ്ടാകുന്ന ടൈം തൊട്ടിട്ട് നിങ്ങളത് ഡയഗ്നോസ് ചെയ്യുന്നത് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞ ഉടനെ തന്നെയാണെങ്കിൽ, സാധാരണ എന്തുകൊണ്ടാണ് ഒരാഴ്ച ടൈം എന്ന് പറഞ്ഞത്, ഇഞ്ചുറി ഉണ്ടായത് ഇന്നാണെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് നിങ്ങൾക്ക് ഒരു MRI സ്കാൻ എടുത്തിട്ട് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ട്, അതുകൊണ്ടാണ് 50 days ടൈം പറഞ്ഞത്. അപ്പോൾ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇനീഷ്യൽ ഉള്ള അക്യൂട്ട് ഫേസിലുള്ള നീര്, പെയിൻ, സ്വെല്ലിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കുറയ്ക്കണം. അല്ലെ, അങ്ങനെ കുറച്ചതിന് ശേഷം ആയിരിക്കുമല്ലോ MRI എടുക്കാൻ പറ്റുക. അപ്പൊ MRI എടുക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ അറിയുന്നത് കംപ്ലീറ്റ് ആയിട്ട് റപ്ചർ ആണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ടൈം തൊട്ടിട്ട് നിങ്ങൾ കംപ്ലീറ്റ് റപ്ചർ ആണെന്ന് നിങ്ങൾ അറിയുന്ന മൊമെന്റ് തൊട്ടിട്ട് നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി നിങ്ങൾ എപ്പോഴും മനസ്സിൽ കാണണം. അപ്പോൾ എനിക്ക് ഇഞ്ചുറി ഉണ്ടായത് ഇത്ര നാളെ ആയിട്ടുള്ളൂ, ഇങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത്. അപ്പോൾ നിങ്ങൾ അവിടെ അലേർട്ട് ആയിരിക്കണം. എന്താണ്, നിങ്ങൾ ലിഗമെന്റ് പൊട്ടി ഉള്ള ഒരാളാണ്, നിങ്ങൾ അവിടെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യണം, നിങ്ങൾ അവിടെ പ്രീ സർജിക്കൽ അഡ്വൈസസ് എടുക്കണം, അവിടെ പ്രോപ്പറായിട്ട് ഇതിനെ ഹീൽ ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ, കൺട്രോൾ ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ ഈ ചെറിയൊരു റിപ്പയറിലൂടെ അതിനെ ഹീൽ ചെയ്തെടുക്കാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ as usual the same story, അല്ലെ, ACL reconstruction.